Once again, welcome back to KC's Classes. KC's Classesന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. This is Kiran CS. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി M.Com സെക്കൻഡ് സെമസ്റ്റർ എക്സാംസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് ഫിനിഷ് ചെയ്തത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള തിയറി പേപ്പറാണ് അഡ്വാൻസ്ഡ് സ്ട്രാറ്റജിക് മാനേജ്മെൻറ്റ്. നമ്മൾ ഈ ഒരു സബ്ജക്റ്റിൻ്റെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസിൻ്റെ വീഡിയോ ഉറപ്പായും പ്രതീക്ഷിക്കുന്ന ഓരോ പാർട്ടിലുള്ള ചോദ്യങ്ങളുടെ ഡിസ്കഷൻ ദെൻ ലാസ്റ്റ് ഡേ എക്സാമിനേഷൻ ടിപ്സ് ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടായിരുന്നതാണ്. ഇന്ന് എക്സാം ഫിനിഷ് ചെയ്തു. സോ കുട്ടികളുടെ ഭാഗത്ത് നിന്ന് വളരെ നല്ലൊരു ഫീഡ്ബാക്ക് തന്നെയാണ് വന്നുകൊണ്ടിരിക്കുന്നത്. നമ്മൾ പറഞ്ഞിട്ടുള്ള ചോദ്യങ്ങൾ ആ ഒരു ടൈപ്പ് തന്നെ മെജോറിറ്റി വന്നിട്ടുണ്ട്. ദെൻ എസ്ഐക്ക് നമ്മൾ പ്രതീക്ഷിച്ച ചോദ്യം ഒറ്റ ചോദ്യം 5 വെയിറ്റേജിനെ പ്രതീക്ഷിച്ചത് നമുക്ക് ആ സെയിം ടോപ്പിക്ക് രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്ത് നമുക്ക് 3 വെയിറ്റേജിനേൽ വന്നു എന്നുള്ളതാണ്. അപ്പോൾ എസ്ഐക്ക് പ്രതീക്ഷിച്ച സ്ട്രാറ്റജിക് വാല്യുവേഷൻ ആൻഡ് കൺട്രോൾ ടോപ്പിക്ക് ഇവിടെ 3 വെയിറ്റേജിന് 2 ചോദ്യങ്ങളായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ അങ്ങനെ ചെറിയൊരു മാറ്റങ്ങൾ 3 വെയിറ്റേജിനെ പ്രതീക്ഷിച്ചത് 5ലും വന്നിട്ടുണ്ട്. സ്ട്രാറ്റജിക് മാനേജ്മെൻറ്റ് പ്രോസസ്സൊക്കെ അങ്ങനെ ചെറിയ ചെറിയ മാറ്റങ്ങളുണ്ട്. എന്നാലും കുട്ടികളൊക്കെ ഹാപ്പിയാണ്. പഠിച്ച ചോദ്യങ്ങൾ തന്നെയാണ് വന്നിട്ടുള്ളത്. ഓക്കെ, സോ നമുക്ക് എന്തെങ്കിലും ആ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ഡീറ്റെയിൽസിലോട്ട് പോകാം. വീഡിയോയിലോട്ട് പോകണേക്കാൾ മുമ്പ് പറയാനുള്ളത് നമ്മുടെ സ്ഥാപനം M.Com-നെ ഓൺലൈനായിട്ട് കോച്ചിങ് പ്രൊവൈഡ് ചെയ്യുന്ന സ്ഥാപനമാണ്. എല്ലാ സെമസ്റ്ററിലെയും എല്ലാ പേപ്പേഴ്സിനും നമ്മൾ ഓൺലൈൻ കോച്ചിങ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. വീഡിയോ ക്ലാസ്സിൻ്റെ റെക്കോർഡ് ഉള്ളത് കൊണ്ട് തന്നെ എപ്പോൾ വേണമെങ്കിലും പഠിച്ച് ഡൗട്ട് ഉള്ളത് ചോദിക്കുകയും ചെയ്യാം. ഇതുവരെയുള്ള നമ്മുടെ റിസൾട്ട്സ് ഒക്കെ സൂപ്പർ റിസൾട്ട്സ് ആണ് കേട്ടോ. സോ നമ്മുടെ ക്ലാസ്സിൽ ജോയിൻ ചെയ്ത് പഠിച്ച് നല്ല മാർക്ക് മേടിക്കാൻ താല്പര്യമുള്ള കുട്ടികൾക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം, ക്ലാസ്സസ് ആക്സസ് ചെയ്യാം. ഓക്കെ, സോ നമുക്ക് എന്തെങ്കിലും വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഇതാണ് നമ്മുടെ പേപ്പർ വരുന്നത്. സെക്കൻഡ് സെമസ്റ്റർ M.Com ഡിഗ്രി റെഗുലർ സപ്ലിമെൻ്ററി എക്സാമിനേഷൻ April 2024 അഡ്വാൻസ്ഡ് സ്ട്രാറ്റജിക് മാനേജ്മെൻറ്റ് പാർട്ട് എയിൽ ഞാൻ എപ്പോഴും പറയാറുള്ളതാണ് 7 എണ്ണത്തിൽ 4 എണ്ണം നമുക്ക് റിപ്പീറ്റ് കിട്ടും, 3 എണ്ണം കുറച്ചൊരു ടഫായിട്ട് വരാറുണ്ടെന്നുള്ളത്. അതുപോലെ തന്നെ ആദ്യത്തെ വാട്ട് ഈസ് സ്ട്രാറ്റജിക് ഡിസിഷൻ മേക്കിംഗ് ഞാൻ എന്തായാലും നോക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നാണോ വന്നിട്ടുണ്ട്. കോർ കോമ്പിറ്റൻസ് നോക്കാൻ പറഞ്ഞു വന്നിട്ടുണ്ട്. കണ്ടിൻജൻസി സ്ട്രാറ്റജി റിപ്പീറ്റ് അല്ല, ഇൻ്റഗ്രേഷൻ റിപ്പീറ്റ് അല്ല, ബട്ട് അതൊക്കെ ഈസിയാണ്. SBU ഷുവർ ക്വസ്റ്റനിൽ പറഞ്ഞു വന്നിട്ടുണ്ട്. ലിക്വിഡേഷൻ ജസ്റ്റിഫൈഡ്, ദെൻ കൺസെപ്റ്റ് ഓഫ് കോമ്പറ്റീറ്റീവ് അഡ്വാൻറ്റേജ്. ഇതിലെ റിപ്പീറ്റ് ചോദ്യങ്ങൾ എന്തൊക്കെയാണ്? സ്ട്രാറ്റജിക് ഡിസിഷൻ മേക്കിംഗ്, കോർ കോമ്പിറ്റൻസ്, SBU, കോമ്പറ്റീറ്റീവ് അഡ്വാൻറ്റേജ്. ഇത് 4 നമ്മൾ എന്തായാലും പഠിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലേ. അപ്പോൾ റിപ്പീറ്റ് ചോദ്യം 4 എണ്ണം കിട്ടിയില്ലേ. ദെൻ പാർട്ട് ബിയിലോട്ട് പോകുമ്പോൾ അവിടെയാണെങ്കിലും ഈസി ടോപ്പിക്കുകൾ തന്നെയാണ് വന്നിട്ടുള്ളത്. നമ്പർ 8 വാട്ട് ആർ ദി കീ ഡിഫറൻസസ് ബിറ്റ്വീൻ ഗോൾസ് ആൻഡ് ഒബ്ജക്റ്റീവ്സ്. മിഷൻ, വിഷൻ, ഗോൾസ്, ഒബ്ജക്റ്റീവ് ഇത് നിർബന്ധമായും പഠിക്കാൻ പറഞ്ഞിട്ടായിരുന്നു. സോ ഇവിടെ ഗോൾസ് ആൻഡ് ഒബ്ജക്റ്റീവ് വന്നിട്ടുണ്ട്. ദെൻ വാല്യൂ ചെയിൻ അനാലിസിസ് 3 വെയിറ്റേജിനെല്ലാം പ്രതീക്ഷിച്ച ചോദ്യം. SWOC ഷുവർ ക്വസ്റ്റൻ ആയിട്ട് നമ്മൾ 2 വെയിറ്റേജിനെല്ലാണ് പ്രതീക്ഷിച്ചത്, അതവിടെ 3 വെയിറ്റേജിനെൽ വന്നു. അതാണ് ഞാൻ പറഞ്ഞ 2 വെയിറ്റേജിൽ പ്രതീക്ഷിച്ചത് 3ൽ വന്നിട്ടുണ്ട്. ഡിസ്കസ് ഹൗ SWOC ക്യാൻ ഹെൽപ്പ് എ കമ്പനി ഇൻ സ്ട്രാറ്റജിക് മാനേജ്മെൻറ്റ്. ദെൻ നെക്സ്റ്റ് SCക്ക് പ്രതീക്ഷിച്ച ടോപ്പിക്ക് ഡിസ്റ്റിങ്വിഷ് ബിറ്റ്വീൻ സ്ട്രാറ്റജിക് ഇവാലുവേഷൻ ആൻഡ് കൺട്രോൾ. അതിൽ തന്നെ മറ്റൊരു ടോപ്പിക്കും വീണ്ടും 3 വെയിറ്റേജിൽ വന്നു. ദെൻ നെക്സ്റ്റ് കോമ്പറ്റീറ്റർ അനാലിസിസ് എന്താണ് അതിൻ്റെ ഇമ്പോർട്ടൻസ്, കീ എലമെൻറ്റ്സ് ഓഫ് ബിഹേവിയറൽ ഇംപ്ലിമെൻറ്റേഷൻ. അത് ഞാൻ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസിൻ്റെ ഡിസ്കസ് ചെയ്തതാണ്, ഉറപ്പായും പ്രതീക്ഷിക്കുന്ന 3 വെയിറ്റേജിൻ്റെ ചോദ്യത്തിൽ. ദെൻ പ്രോസസ് ആൻഡ് ടെക്നിക്സ് ഓഫ് സ്ട്രാറ്റജി ഇവാലുവേഷൻ ആൻഡ് കൺട്രോൾ ഞാൻ പറഞ്ഞു ഇത് SIക്ക് പ്രതീക്ഷിച്ചതാണ്, 3 വെയിറ്റേജിൽ വന്നു. അപ്പോൾ ഇതിൽ നിന്നും നമുക്ക് 4 എണ്ണം കിട്ടാൻ ഒരു പാടില്ല. ഓക്കെ, ഇനി SIക്ക് വരുന്ന സമയത്ത് ആദ്യത്തെ ബേസിക് ചാപ്റ്ററിൽ തന്നെ വന്നു സ്ട്രാറ്റജിക് മാനേജ്മെൻറ്റിൻ്റെ പ്രോസസ്സ്. അത് നമ്മൾ 3 വെയിറ്റേജിലാണ് പ്രതീക്ഷിച്ചത്. അതുപോലെ തന്നെ മൈക്കിൾ പോട്ടറിൻ്റെ കോൺട്രിബ്യൂഷൻ നമ്മൾ 3 വെയിറ്റേജിലാണ് പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നത്. അത് നമുക്കിവിടെ SIക്ക് വന്നു, പോട്ടറുടെ. അതെല്ലാവർക്കും അറിയുന്നതാണ്, അപ്പോൾ അത് സാറ്റിസ്ഫൈഡ് ആവും. ദെൻ നെക്സ്റ്റ് ഫങ്ഷണൽ സ്ട്രാറ്റജി, ഏതെങ്കിലും ഒരു സ്ട്രാറ്റജി പ്രതീക്ഷിച്ചു, അത് ഫങ്ഷണൽ ആവുമെന്ന് പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. ദെൻ ഡിസ്കസ് സം ഫങ്ഷണൽ സ്ട്രാറ്റജീസ് ദാറ്റ് ആർ ഇമ്പോർട്ടൻറ്റ് ഇൻ ടുഡേയ്സ് കോമ്പറ്റീറ്റീവ് ബിസിനസ് വേൾഡ്. ദെൻ ലാസ്റ്റ് വാട്ട് ഈസ് കോപ്പറേറ്റീവ് സ്ട്രാറ്റജി, വാരിയസ് ടൈപ്സ് ഓഫ് കോപ്പറേറ്റീവ് സ്ട്രാറ്റജീസ്. അപ്പോൾ ഇതിൽ ഏറ്റവും ഈസി ആയിട്ട് വരുന്നത് മൈക്കിൾ പോട്ടറുടെ കോൺട്രിബ്യൂഷൻ, ഇതെല്ലാവരും പഠിച്ചിട്ടുണ്ടായിരുന്നതാണ്. സ്ട്രാറ്റജിക് മാനേജ്മെൻറ്റിൻ്റെ പ്രോസസ്സും. ഓക്കെ, അപ്പോൾ കുഴപ്പമില്ലാത്തൊരു പേപ്പർ തന്നെയാണ് വന്നിട്ടുള്ളത്. ആ കൂടിയിട്ട് ഈ ഒരു പേപ്പറിൻ്റെ പ്രത്യേകത എന്ന് പറയുമ്പോൾ നമ്മൾ 2 വെയിറ്റേജിൽ പ്രതീക്ഷിച്ച് 3ൽ ചോദിച്ചിട്ടുണ്ട്, 5ൽ പ്രതീക്ഷിച്ച് 3ൽ ചോദിച്ചിട്ടുണ്ട്. അങ്ങനെ ഒരു സ്വാപ്പിംഗ് നടന്നിട്ടുണ്ട്. ഓക്കെ, സോ ദാറ്റ്സ് അബൌട്ട് ഈ ഒരു പേപ്പറിൻ്റെ ഡീറ്റെയിൽസ്. സോ നമുക്ക് നെക്സ്റ്റ് 26-ാം തീയതിയിലത്തെ എക്സാം പോസ്റ്റ്പോൺ ചെയ്തിട്ടുണ്ട് August 2-ാം തീയതിയിലേക്ക്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമുക്കിനി മാനേജ്മെൻറ്റ് സയൻസ് അല്ലേ, പിന്നെ ഇൻ്റർനാഷണൽ ബിസിനസ് ഇതൊക്കെയാണ് വരാനുള്ള. സോ ഇതിൻ്റെയൊക്കെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസിൻ്റെ വീഡിയോ ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുള്ളത് കാണാം. ദെൻ ഉറപ്പായും പ്രതീക്ഷിക്കുന്ന
ഓരോ പാർട്ടുള്ള ചോദ്യങ്ങളുടെ ഡിസ്കഷനുമായിട്ട് നിങ്ങളുടെ മുമ്പിൽ എത്രയും പെട്ടെന്ന് തന്നെ വരുന്നതായിരിക്കും. കഴിഞ്ഞ ദിവസം നമുക്ക് ലൈവ് ഇടാൻ പറ്റാഞ്ഞത് എനിക്ക് വെബിനാഴ്സ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഓരോ ദിവസം. അപ്പോൾ കോൺഫറൻസും കുറച്ച് കാര്യങ്ങളൊക്കെ ആയിട്ട് ബിസിയാണ്, അതുകൊണ്ടാണ് എനിക്ക് ലൈവ് ഇടാൻ പറ്റാത്തത്. ഓക്കെ, അപ്പോൾ എനിക്ക് പറ്റുന്ന ദിവസങ്ങൾ ഞാൻ എന്തായാലും ചെയ്യും കേട്ടോ, മാറ്റി വയ്ക്കാം. ഓൾറെഡി ഷെഡ്യൂൾഡ് ആണ് പല വെബിനാറുകളും, ചില കോൺഫറൻസുകൾ നമ്മൾ റിസർച്ചിനെ റിലേറ്റ് ചെയ്തിട്ടുള്ളത് അറ്റൻഡ് ചെയ്യുന്നുണ്ട്, അതുകൊണ്ടാണ്. ഓക്കെ, കഴിഞ്ഞ ദിവസം എന്തുകൊണ്ട് ലൈവ് ഇട്ടില്ല എന്നുള്ളത് ഒരുപാട് കുട്ടികൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു, അതുകൊണ്ടാണ് പറഞ്ഞത്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം എന്നുള്ള പ്രതീക്ഷയോടെ നിർത്തുന്നു. ദിസ് ഇസ് കിരൺ CS സൈനിങ് ഓഫ്. ഹാവ് എ നൈസ് ഡേ. താങ്ക് യു.